യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജലജ. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഷാജി. എൻ്റെ കണ്ണിന് 5 വർഷമായിട്ട് എൻ്റെ കണ്ണ് ചുമങ്ങുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അത് ഹോമിയോ മരുന്ന് ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ടൊന്നും മാറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. കണ്ണ് നല്ലപോലെ ചുമന്നു. ഒരു കണ്ണ് നല്ലപോലെ ചുമന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കയ്യിൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കണ്ണിൻ്റെ ചുമപ്പ് മാറി. പിന്നെ എൻ്റെ കണ്ണ് ഇന്നുവരെയും ചുമന്നിട്ടേ ഇല്ല. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ യൂട്രസിൽ മുഴയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് 3 മാസം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അച്ഛനെ ഇവിടെ കണ്ട് വന്ന് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട, 3 മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ചെന്ന് ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന് ടെസ്റ്റിന് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് ചെയ്തു. അത് കഴിഞ്ഞ് 8ാം പക്കം ചെന്ന് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചോറ് പോയിട്ട് കൊടുത്തിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ബാത്റൂമിലോട്ട് പോയപ്പോഴത്തേനും പാമ്പ് എൻ്റെ കാലെ ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും പാമ്പ് എൻ്റെ കാലെ കയറി ചുറ്റി 3 ചുറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാല് കുടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാലിൽ നിന്ന് താഴെ വീണു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കാലെ കയറി പാമ്പ് ചുറ്റി കഴിഞ്ഞ് പാമ്പ് കടിച്ചോന്ന് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാമ്പ് കാലെ കടിച്ചായിരുന്നു. 3 പല്ല് കാല് പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാമ്പാടി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് പോയില്ല. ഞങ്ങൾ കാരിത്താസിൽ ചെന്ന് 3 ദിവസം അവിടെ അഡ്മിറ്റായിട്ട് കിടന്നു. എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ഒന്നും കയറിയില്ലായിരുന്നു. പിന്നെ പ്രേക്ഷിതപ്രസമായിട്ട് ഞാൻ പത്രം വിതറിച്ച് ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും വിതരണം ചെയ്യുന്നു. പിന്നെ മാനസിക രോഗികളുള്ളവർക്ക് ചെന്ന് അവർക്ക് പൈസ കൊടുക്കും. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ രാവിലെ 5:30 മണിക്ക് പ്രാർത്ഥിക്കും. ബൈബിൾ 1/2 മണിക്കൂർ വായിക്കും. പിന്നെ ഞാനൊരു കൊന്തയും ചൊല്ലും. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കൃപാസനം ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഫലപ്രദമാകണം, എൻ്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഫലം കായ്ക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം എന്നാണ് ഉടമ്പടിയിൽ ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൃപാസനം ഉടമ്പടിയിൽ ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. ഫലം കായ്ക്കുന്ന ആത്മീയതയിലേക്കാണ് ഉടമ്പടി മക്കളെ ദൈവം വിളിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ജീവിതത്തിലെ സംരക്ഷണവുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജലജ ഷാജി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ 5 വർഷമുണ്ടായിരുന്ന കണ്ണിൻ്റെ ചുവപ്പ് നിറം പല ഇംഗ്ലീഷ് മരുന്നുകളും ഹോമിയോ മരുന്നുകളും ഉപയോഗിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു അലർജിയാണെന്നാണ്. മരുന്നുകൾ ഉപയോഗിച്ചതിന് ഫലമൊന്നും ഉണ്ടാകാത്തതിനാൽ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി ഈ മകൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് 5 വർഷമുണ്ടായിരുന്ന ആ കണ്ണിൻ്റെ അസുഖം സൗഖ്യപ്പെട്ടത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോടാണ് ഈ മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അങ്ങനെയാണ് ഈ മകൾക്ക് പൂർണ്ണ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന യൂട്രസിനകത്തുള്ള ഒരു മുഴയായിരുന്നു. ആ മുഴ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ദിവസത്തിനകം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഈ മക്കൾ വീണ്ടും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി
സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ യൂട്രസിൻ്റെ മുഴ സർജറി ഇല്ലാതെ തന്നെ ഒരു കുഴപ്പവുമില്ല, അവിടെയും രോഗസൗഖ്യമാണ് ഈ മകൾക്ക് ലഭിച്ചത്. ഈശോയും അമ്മയും തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞപ്പോൾ ഉടമ്പടി മക്കളുടെ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ മക്കളാണ്. ആ മക്കളുടെ ഓരോ കാര്യവും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അമ്മയുടെ മധ്യസ്ഥത വഴിയാണ് ഈ മക്കൾക്ക് ഈ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് ഈ മകൾ പറഞ്ഞത്, ഒരു ദിവസം ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചോറും പൊതി കൊടുക്കാൻ പോയതിന് ശേഷം വീട്ടിൽ തിരികെ വന്നപ്പോൾ ഒരു പാമ്പിൻ്റെ മുകളിൽ കയറി ചവിട്ടുകയായിരുന്നു. ആ പാമ്പാണ് ഈ മകളുടെ കാലയിൽ ചുറ്റിയത്. ചാടിയപ്പോൾ പാമ്പ് താഴെ വീണു, പക്ഷേ മറ്റേ കാലിലാണ് ചുറ്റിയത്. അങ്ങനെ ആ മകൾക്ക് പാമ്പിൻ്റെ കടിയേറ്റു. ഹോസ്പിറ്റലിൽ ചെന്ന്, ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു, പിന്നീട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പാമ്പിൻ്റെ വെനം ഈ മകൾ കയറിയിട്ടില്ല എന്നറിഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വചനം പറയുന്നത് പോലെ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശത്രുക്കളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത മക്കളാണ്. പൊതിച്ചോറ് കൊടുത്ത് തിരിച്ചു വന്ന വഴിക്കാണ് പാമ്പ് കടിച്ചത്. നമ്മളെ ഒന്നും ഉപദ്രവിക്കുകയില്ല. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാനുള്ള അധികാരമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടാതെ നമ്മൾക്കും ഈശോയിലും അമ്മയിലും നമ്മുടെ എല്ലാ ആശ്രയം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല ഫലങ്ങൾ കായ്ക്കാൻ നമ്മെ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജലജയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.